പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാന, ആ കുർബാനയെ കർത്താവെ ആൾത്താറയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കൃപാസനത്തിൽ നിന്ന് കർത്താവ് നടത്തിയിട്ട് ജപമാലയായി പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജപമാല ശക്തിയാൽ ഞാൻ ഈ മക്കളെ ആശീർവദിക്കുന്നു. കർത്താവെ, ഈ ആശീർവാദ ശക്തിയാൽ നിങ്ങൾ ഇന്ന് വരെ ബന്ധിച്ചിട്ടിരിക്കുന്ന രോഗമാകാം, ശാപമാകാം, പലതരത്തിലുള്ള ഉപദ്രവങ്ങളാകാം, യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവ് അത് അഴിഞ്ഞു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവെ, അപ്പാ, സ്വർഗീയപ്പ, അങ്ങേ പുത്രൻ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൈകൾ അങ്ങയുടെ മക്കളുടെ മേൽ നീട്ടണമേ. അവരുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ. അധ്വാനങ്ങളെ നീ അഭിവൃദ്ധിപ്പെടുത്തണമേ. അവരോട് വാക്ക് പറഞ്ഞവർ, അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഡേറ്റ് ഇട്ടിരിക്കുന്ന ഡേറ്റുകളെ നീ ആശീർവദിക്കണമേ. നീ ഹോണർ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളും ഓരോ ഡേറ്റിനെ ഓർത്ത് ആശങ്കപ്പെടുന്നവരുണ്ട് ഈശോയെ. ആ ഡേറ്റിൽ നിന്ന് കഴിഞ്ഞു കിട്ടാൻ വേണ്ടി കൊതിക്കുന്നവരുണ്ട് ഈശോയെ. ആ സമയത്തിൽ കർത്താവെ നിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം പ്രാർത്ഥിക്കുന്നു. സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ദൈവത്തിൻ്റെ കരുണയുടെ പ്രതീകമേ, ദൈവത്തിൻ്റെ കരുണയുടെ അനുഭവ തലങ്ങളായി അമ്മേ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുഞ്ഞുങ്ങളെ ഓർത്ത് വേദനിക്കുന്നവർ, മദ്യപാനത്തിനും മയക്കുമരുന്ന് അടിപ്പെട്ട കുഞ്ഞുങ്ങൾ, ജയിലിലാകപ്പോയിട്ടുള്ള കുടുംബനാഥന്മാരും കുടുംബത്തിലുള്ളവരും അവരെ കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇപ്പം ജോലി നഷ്ടപ്പെടും, ഇന്ന് ജോലി നഷ്ടപ്പെടും കർത്താവ് എന്ന് പറഞ്ഞിട്ടുള്ളവരെ അങ്ങ് സന്ധിക്കണേ കർത്താവ്. അങ്ങേക്കറിയാം, അങ്ങ് നഷ്ടപ്പെടാതിരിക്കാൻ അവർ സന്ധിക്കാൻ അങ്ങേക്കറിയാം കർത്താവ്. അലഞ്ഞ് നടന്ന് പല ഇൻ്റർവ്യൂ പങ്കെടുത്തിട്ടും എല്ലാം റിജക്റ്റാകുന്ന മക്കളെ പ്രത്യേകം ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള സാമ്പത്തിക ബാധ്യതയൊക്കെ കൊടുക്കി തീർക്കാൻ വേണ്ടി ഡേറ്റിട്ട് അവർക്ക് അത് ഡേറ്റെല്ലാം കഴിഞ്ഞിട്ട് അവർ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും നാളെയാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ പറയുമ്പോഴും ആ വാന്നൊക്കെ പറയുമ്പോഴും ഒരു വഴിയും കാണാത്തവരുണ്ട്. അവരെ നീ അന്ന് സന്ധിക്കണം കർത്താവ്. ഇന്ന് 6 മണിക്കുള്ളിൽ അവിടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ പരിശുദ്ധ ദൈവമാതാവിനെ ഞാൻ ഏൽപ്പിക്കുന്നു. കർത്താവെ, കടകൾ നടത്തുന്നവരും അതുപോലെ തന്നെ പല വ്യാപാര വ്യവസായങ്ങൾ ചെയ്യുന്നവരും അവരുടെ എല്ലാ വിഷയങ്ങളുടെ മേലും അവർക്കെല്ലാം സമാധാന സന്തോഷത്തോടെയും കർത്താവ് ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കോളേജ് അഡ്മിഷന് വേണ്ടി പോകുന്നവർ, അതുപോലെ കോളേജിലെ ഉപരി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ ശ്രമങ്ങളും കർത്താവ് നിന്നെ ആശീർവദിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിശ്വാസ പ്രമാണം.
സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ മക്കളെ, അതായത് ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ടാണ്. നമ്മൾ ബുദ്ധിയും ബോധമില്ലാതെ ദൈവത്തെ പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ബുദ്ധി, നമ്മുടെ ആലോചന, നമ്മുടെ ശക്തി, നമ്മുടെ അനുഭവ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നമ്മൾ ബൈബിളിൽ ഗർവെന്നാണ് പറയണത്. ഈ ഗർവ് കാരണമാണ് പലപ്പോഴും നമ്മൾ പണി മേടിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഗർവില്ലാതെ ജീവിക്കാൻ ദൈവത്തെ കക്ഷി ചേർത്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള വചനങ്ങൾ കേൾക്കാം. യോഹന്നാൻ 15:5 എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒരു നിത്യത എന്ന വിഷയം നമ്മുടെ ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് എയിമാണ്, ആത്യന്തിക ലക്ഷ്യമാണെങ്കിൽ അത് ക്രിസ്തുവിനെ കൂടാതെ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളവർക്ക് ഭക്ഷണം കഴിക്കണില്ലേ, ജോലിക്ക് പോകണില്ലേ, കാറ് വാങ്ങിക്കുന്നില്ലേ, ഡ്രൈവ് ചെയ്യണില്ലേ, മനുഷ്യൻ റോക്കറ്റിൽ പോകണില്ലേ, പിന്നെ അതൊക്കെ യേശുവിനെ കൂടിയാണോ പോണത്? അങ്ങനെയുള്ള പൊട്ടൻ ചോദ്യങ്ങളല്ല, മറിച്ച് നിത്യതയുമായി ബന്ധപ്പെട്ട വിഷയം എന്താണ്? എന്നെ കൂടാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ലെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണിത്. യോഹന്നാൻ 14:6 യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. അതാണ് സംഭവം. ഇത് ഈ 14:6 15:5 ബേസിക്കായിട്ട് ഒരേ വചനമാണ്. എന്താണ്? ക്രിസ്തുവിനെ കൂടാതെ നിത്യതയെ ആഗ്രഹിക്കുന്നവരെ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ നിത്യത എന്നുള്ളത് സബ്ജക്റ്റ് വൈസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് കണ്ടൻറ്റ് വൈസിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം. അങ്ങനെ അതൊരു ഭാഗമായി നമ്മുടെ എല്ലാ ജീവനകളുടെയും കൂടെ ഈ നിത്യതയുടെ നൂല് കയറിപ്പോകണം. അതൊരു സ്പൈനൽ കോഡാണ്. ആ നട്ടലിൻ്റെ അകത്ത് കൂടി സ്പൈനൽ കോഡ് പോണ പോലെ ആയിരിക്കണം നിത്യത ആഗ്രഹിക്കുന്ന മനുഷ്യൻ്റെ കൂടെ എല്ലാം ഇത് കൂടി പോകും. എന്താണ്? ക്രിസ്തു കൂടി പോകണം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്നും എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ ഇടയ്ക്കിൽ എത്തുന്നില്ലെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? നിത്യതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജീവിതത്തിൽ അത് അവിഭാജ്യമായ ഘടകമാണ്. നിത്യതയെ പരാമർശിക്കാതെ അധികരിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഉദ്ദേശം. എൻ്റെ പേര് ഷൈനി പ്രദീപ്. ഞാൻ രാജകുമാരി, ഇടുക്കി ജില്ലയിലെ രാജകുമാരി എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് 2022 ജൂൺ 16 ഞാൻ ഒരു പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മറ്റൊരു ടീച്ചറിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. ഞാനും ഹസ്ബൻഡും എൻ്റെ കുട്ടികളും ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് അതിന് ശേഷം 2023 ജനുവരി 22 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിന് മുമ്പ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികൾ 2 പേര് ഇരട്ടക്കുട്ടികളാണ്. അവർക്ക്
10ാം ക്ലാസ്സിലേക്കാണ് കഴിഞ്ഞ വർഷം 2023 10ാം ക്ലാസ് പരീക്ഷ എഴുതാനിരിക്കുകയായിരുന്നു. അതിന് മുമ്പ് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വളരെ മാരകമായിട്ട് 2 രോഗങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഹൃദയത്തിന് ഒരു പ്രശ്നമുണ്ടായി, ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നു. അതിനുശേഷം എനിക്ക് എൻ്റെ യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ 2 പ്രശ്നങ്ങൾ കൊണ്ട് എൻ്റെ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിച്ചില്ല. 10ാം ക്ലാസ് വരെ, അതിന് മുമ്പ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. അതിനുശേഷം ഒരു കുട്ടിക്ക് ഡിപ്രഷൻ പോലെ വരികയും മറ്റൊരു കുട്ടിക്ക് ഗ്യാസിൻ്റെ പ്രശ്നം വരികയും ചെയ്തു. ഞങ്ങൾക്ക് കടബാധ്യതകളാണ് അതിനു മുമ്പ് വളരെ നമ്മളെ ഏറ്റവും കൂടുതൽ ദുരിതത്തിലാക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു കടബാധ്യത. ഞങ്ങൾ അതിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നവും കൂടി വരുന്നത്. അപ്പോൾ ഞങ്ങൾ വളരെയേറെ വിഷമിച്ച സാഹചര്യത്തിൽ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്താൽ എല്ലാം ശരിയാകുമെന്ന് ഞങ്ങളുടെ കൂടെയുള്ള ഒരു ടീച്ചർ പറഞ്ഞു. അങ്ങനെയാണ് 2023 ജനുവരി 22 വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് പ്രകാരം ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ, അമ്മയുടെ സഹായം ഒരുപാട് ലഭിച്ചു. 15 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ആദ്യം കടബാധ്യത ഉണ്ടായിരുന്നു. ആദ്യം ഒരു ലോണിന് നമ്മൾ എവിടെയെങ്കിലും സമീപിച്ചാൽ ഒരു മനുഷ്യരും അല്ലെങ്കിൽ ഒരു ഏജൻസിയിൽ നിന്നൊന്നും നമുക്കൊരു ലോൺ ലഭിക്കാത്ത സാഹചര്യം, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളവർ വന്ന് നമ്മളെ പറയുന്ന വാക്കുകൾ, അങ്ങനെ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് എവിടെ നിന്നാണ് അറിയില്ല, എങ്ങനെയാണെങ്കിലും അന്നന്നത്തെ ആഹാരം തരുന്നു എന്ന് പറയുന്ന പോലെ അന്നന്നത്തെ കാര്യം എല്ലാം മാതാവ് സ്ഥിരം നടത്തി തരുമായിരുന്നു. അതുപോലെ ആ കടബാധ്യത അപ്പം ഞങ്ങൾക്ക് ഇപ്പോൾ മാസത്തിൽ അത് അടച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾ മാതാവ് സഹായിച്ചു. രണ്ടാമതായിട്ട് ഞാൻ ഉടമ്പടിയിൽ വെച്ചത് കാര്യം എന്ന് പറഞ്ഞാൽ രോഗങ്ങളുടെ കാര്യമായിരുന്നു. എൻ്റെ കുട്ടികളുടെ കാര്യം ആദ്യം പറഞ്ഞല്ലോ. അതിന് പ്രകാരം ഉടമ്പടി തൈലം നിത്യമായി പുരട്ടുകയും ഉടമ്പടി ഉപ്പ് പ്രയോഗിക്കുകയും എല്ലാം ചെയ്തു. പരീക്ഷയുടെ സമയമായപ്പോഴേക്കും അവർക്ക് നല്ല രീതിയിലുള്ള കുറവ് വന്നു. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പരീക്ഷയുടെ സമയത്ത് ഞാൻ മാതാവിൻ്റെ രൂപം, കാശുരൂപം കൊച്ചുങ്ങളുടെ ഉടുപ്പിൽ കുത്തിവിടുകയും ഇങ്ങനെ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ നീ അടുത്ത് നിന്ന് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണമേ എന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാൾക്ക് ഫുൾ A+, ഒരാൾക്ക് 9 A+, 1 Aയുമായിട്ട് ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹിച്ചു. അതിന് ഞങ്ങൾ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നീടുള്ളത് പിന്നെ അതിനുശേഷം ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കറക്റ്റായി ചെയ്യുമായിരുന്നു. പത്രങ്ങളൊക്കെ ഞങ്ങൾ അടിമാലി, ഞങ്ങളുടെ അടുത്തുള്ള ഏറ്റവും വലിയ പട്ടണം എന്ന് പറഞ്ഞാൽ അടിമാലിയാണ്. ഒരു 1.5 മണിക്കൂറോ യാത്ര ചെയ്യണം അവിടെ വരെ പോകണമെങ്കിൽ. ഞാനും കുട്ടികളും കൂടി അവിടെയുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ പോയി ഈ പത്രങ്ങളെല്ലാം കൊടുക്കുകയും പറ്റും പോലെ നമുക്ക് സാമ്പത്തിക സഹായം 50 രൂപയെങ്കിൽ 50 രൂപ അത്രയേലും എല്ലാവർക്കും കൊടുത്ത് പ്രേക്ഷിത വേല ചെയ്യാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അതുപോലെ കാരുണ്യ പ്രവൃത്തിയുടെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾ വൃദ്ധസദനം സന്ദർശിക്കുകയും അവർക്ക് ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഇതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് ദൈവസ്നേഹം, ഞങ്ങളുടെ കുടുംബത്തിലെ ആത്മീയമായിട്ടുള്ള വളർച്ച, എനിക്ക് ചെറുപ്പം മുതലേ ഈശോയോടുള്ള ഭക്തി ഭയങ്കര കൂടുതലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകളിലൊക്കെയാണ് പഠിച്ചത്. അതുകൊണ്ടാവും ഞാൻ എപ്പോഴും ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഞങ്ങളുടെ സ്കൂളിലെ ചാപ്പലിൽ ഞങ്ങൾ നിത്യം പോയി, എൻ്റെ മക്കളും എൻ്റെ സ്കൂളിലാണ് പഠിക്കുന്നത്, ഞാനും അവരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും അവർ രാവിലെ പോയി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ ആ സ്നേഹം, അത് ഈശോയോടുള്ള സ്നേഹം. ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ കുർബാനയൊക്കെ നടത്തുമ്പോൾ ഞാൻ ഏറ്റവും പുറകിൽ പോയി നിൽക്കും. എന്നിട്ട് എല്ലാവരും കുർബാന സ്വീകരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കും. അത്രയും എനിക്ക് ഈശോയുടെ, അപ്പോൾ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ആനന്ദമല്ല അത്. അത്രയും ഞാൻ ഈശോയെ അടുത്തറിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഹസ്ബൻഡിന് മറ്റൊരു അനുഭവമാണ്. എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോണിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. 1.5 വർഷത്തോളം അദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പലഹാരത്തിൻ്റെ പണിയാണ്. അപ്പോൾ രാവിലെ 2:30 എണീക്കും. പിന്നെ ഉടനീളം വർക്ക് ചെയ്ത് അങ്ങനെ ചൂടൊക്കെ അടിച്ച് ഈ കിഡ്നി സ്റ്റോണിൻ്റെ പ്രവർത്തനം കിഡ്നി സ്റ്റോണ് കഠിനമായിട്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് അടുത്തുള്ള കമ്പം
കമ്പം എന്ന് പറഞ്ഞാൽ തമിഴ്നാടാണ്. അവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു ഉടനെ തന്നെ അത് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 നീലത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ച് ആ തൈലമെല്ലാം ഉപയോഗിച്ച ശേഷം പിന്നീട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ കിഡ്നി സ്റ്റോണിൻ്റെ ഒരു തരി പോലും കാണാനില്ലായിരുന്നു. അതെൻ്റെ മറ്റൊരു അനുഭവമാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത വേലയ്ക്ക് ഉതകുന്ന രീതിയിൽ എൻ്റെ കൂടെ ഇപ്പോൾ 3 കുടുംബങ്ങൾ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ഒരു ടീച്ചർ, അവരുടെ തന്നെ റിലേറ്റീവ്സ്, അങ്ങനെ 3 കുടുംബങ്ങൾ ഇന്ന് ഉടമ്പടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ സ്കൂളിലെ എല്ലാവരോടും പറയും അമ്മയെക്കുറിച്ച്, അമ്മയുടെ അല്ലെ പരിശുദ്ധ മാതാവിൻ്റെ എന്താ അപാരമായ സ്നേഹത്തെക്കുറിച്ച് ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് പോലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ 6 മാസം കൊണ്ട് എനിക്കറിയത്തില്ല എന്തെല്ലാം അനുഭവങ്ങളാണ്. അത് മുഴുവനൊന്നും പറയാനായിട്ട് എനിക്കിപ്പോൾ പറ്റുന്നില്ല. അത്രയേറെ അനുഭവങ്ങൾ നമ്മളെ ദൈവം കയ്യിലെടുത്ത് കൊണ്ട് നടക്കുന്ന പോലെയാണ്. അതിന് ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾക്ക് വരാനായിട്ട് ഞങ്ങൾ ദൂരെ നിന്ന് വരുമ്പോൾ ഒരു 10,000 രൂപയിൽ ഏറ്റവും കുറഞ്ഞ് നമുക്ക് ചിലവാകും. വണ്ടിക്കൂലിയൊക്കെ ആയിട്ട് ബസ്സിന് വരാനായിട്ട് സാധിക്കില്ല, കാരണം സമയത്ത് എത്താൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ ടാക്സിയൊക്കെ വിളിച്ചു പോകുമ്പോൾ അത്രയും പൈസയാവും. അപ്പം ഞാൻ പറഞ്ഞു അമ്മേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സാക്ഷ്യം പറയണം, ഞങ്ങൾക്ക് പൈസ ഇല്ലെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ബുധനാഴ്ച, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ബുധനാഴ്ച ഞങ്ങളുടെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദിവസം തന്നെ ഞങ്ങൾക്ക് ടീച്ചേഴ്സിന് ഇടയിൽ ഒരു ചെറിയ ചിട്ടിയുണ്ട്. ആ ചിട്ടിയിൽ കുറിയിട്ടപ്പോൾ ഏറ്റവും ആദ്യം എനിക്കാണ് ആ ചിട്ടി കിട്ടിയത്. ആ ചിട്ടി കിട്ടിയത് എനിക്കാണ്. അപ്പോൾ എനിക്കിന്ന് വരാനായിട്ട് അമ്മ തന്നെ അനുഗ്രഹം തന്നു. അതുപോലെ ഓരോരോ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. നമ്മളെ എന്താ ദൈവം ഇങ്ങനെ കൈവെള്ളയിൽ എടുത്ത് ഓരോ കാര്യങ്ങൾ നടത്തി തരും. എനിക്ക് 6 മാസത്തിനുള്ളിൽ 6 കാര്യമല്ല, 60 കാര്യമല്ല, 600 കാര്യങ്ങളിൽ കൂടുതൽ എനിക്ക് മാതാവ് സാധിച്ചു തന്നു. ആ ദൈവസ്നേഹം നിറഞ്ഞ്, അതായത് നമുക്ക് ആ ആത്മീയതയിൽ അല്ലെ ഹൃദയത്തിൽ ദൈവം വരുന്ന ഒരവസ്ഥയാണ് എനിക്കുള്ളത്. ഞാനിങ്ങനെ ബസ്സിലൊക്കെ, ഞങ്ങൾക്ക് ബസ് ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഞാൻ ഈശോയുടെ പാട്ടിങ്ങനെ കേൾക്കും. ആ പാട്ട് വൈകുന്നേരം എൻ്റെ മനസ്സിലിങ്ങനെ ഇരിക്കും. അങ്ങനെ ഓരോ ദിവസവും നമ്മൾ എന്തെല്ലാം ഞാൻ ഒരുപാട് പണി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രാവിലെ എണീറ്റ് ഞങ്ങളുടെ കുടുംബത്തിൽ കുറേ പേരുണ്ട്, അനിയനൊക്കെ കൂടെ ഉണ്ട്. എല്ലാവർക്കും ഭക്ഷണം എല്ലാം വയ്ക്കണം. കടയിൽ ചെറിയൊരു കടയുണ്ട്, അവിടെ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷം 7 മണിക്ക് വീട്ടിലേക്ക് വന്നിട്ട് 8 മണിക്ക് ബസ് ഡ്യൂട്ടി ആയിട്ട് സ്കൂൾ ബസ് വരും. അന്നേരം പോകണം. വൈകുന്നേരം 5:30 വരും. ഇതെല്ലാം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനു മുമ്പ് ആമവാദത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ആമവാദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എണീറ്റ് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ്. അപ്പം ഞാൻ ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ ആ തൈലം എല്ലാം പുരട്ടി ഞാൻ പിന്നെ മരുന്നൊക്കെ ഉപേക്ഷിച്ച്, ഞാൻ ഇപ്പോൾ വല്ലപ്പോഴുമൊക്കെ മരുന്ന് കഴിക്കും. ഞാൻ പറയും അമ്മേ ഇനി മരുന്ന് കഴിക്കുന്നില്ലെന്ന് പറയും. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങളെ നടത്തിക്കൊണ്ട് പോകുന്ന, ഞങ്ങളുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ആ മാതാവും ഈശോയും തരുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡും നല്ല വിശ്വാസിയാണ്, മക്കളും നല്ല വിശ്വാസിയാണ്. ഒരുപക്ഷെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാവാം അങ്ങനെ വന്നത്. ഞാൻ ഓർക്കുകയാണ്, റിസൾട്ട് വന്ന ദിവസം, കുട്ടികളുടെ റിസൾട്ട് വന്ന ദിവസം ഞങ്ങളുടെ അടുത്തൊരു വചനപ്പെട്ടി വീട്ടിലുണ്ട്. ആ വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് എഫോസിസ് 2:8 യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് കറക്റ്റ് എടുത്തു തന്നത്. അതുപോലെ എത്ര വചനങ്ങൾ എടുക്കുന്നതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇത്രയെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ഒരുപാട് പേർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതെല്ലാം ഒരുപാട് ഗുണമായിട്ട് മാതാവ് തന്നു. എല്ലാത്തിനും കോടാനുകോടി നന്ദി മാതാവ്. എൻ്റെ പേര് ജിറ്റിമോൾ രാജൻ. ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്, തണ്ണിത്തോട് എന്ന പ്രദേശത്തു നിന്നാണ്. ഞാൻ തണ്ണിത്തോട് കത്തോലിക്ക പള്ളിയിലാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഫെബ്രുവരിയിലാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ ആദ്യം തന്നെ 1000 നന്ദികൾ പറയുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമായിരുന്നു, എനിക്കൊരു വീട് വെക്കാൻ, സ്ഥലം മേടിച്ചൊരു വീട് വെക്കണമെന്നായിരുന്നു. ഞങ്ങൾ തണ്ണിത്തോട് ഫോറസ്റ്റ് ഏരിയയിലാണ് താമസിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ പഠനത്തിനായി ഞങ്ങൾ പത്തനംതിട്ട വന്ന് താമസിക്കുകയാണ് റെൻറ്റിന്. അപ്പോൾ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് വെക്കണമെന്നുള്ളത്. പല വീടുകളൊക്കെ പോയി കണ്ടു, ഒന്നും ശരിയായില്ല. ലോണ് ശരിയാവാനും ഒത്തിരി
താമസം വന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലോണൊക്കെ സാങ്ഷനായി, വസ്തു മേടിക്കാൻ പറ്റി. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പള്ളിക്കടുത്ത് തന്നെ ഒരു വസ്തു മേടിക്കണമെന്നുള്ളത്. അതുപോലെ തന്നെ മാതാവ് പള്ളിക്കടുത്ത് തന്നെ ഒരു വസ്തു മേടിച്ച് വീട് വെക്കാൻ തുടങ്ങി. ഫസ്റ്റ് ഫ്ലോറിൻ്റെ വാർപ്പ് കഴിഞ്ഞു. അടുത്ത രണ്ടാമത്തെ ഇതുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു പ്രമോഷനോടെയുള്ള ഒരു ജോലി കിട്ടണമെന്നായിരുന്നു ഹസ്ബൻഡിന് ഞാൻ 4ാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ ഹസ്ബൻഡിനൊരു പ്രമോഷൻ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഉടമ്പടിയിൽ നിയോഗം വെച്ചു. 1 മാസത്തിനകം തന്നെ ഹസ്ബൻഡിന് ബ്രാഞ്ച് മാനേജറായിട്ട് തന്നെ ഒരു ജോലി ലഭിച്ചു. അവിടെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. 3ാമതായിട്ട് എനിക്ക് ഫിഷറിൻ്റെ ആയിട്ട് അസുഖം ഉണ്ടായിരുന്നു 20 വർഷമായിട്ട്. പല ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. എനിക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. അമ്മ മാതാവിന് തൈലവും ഉപ്പും പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ അസുഖം പൂർണ്ണമായിട്ട് മാറി. എൻ്റെ കുഞ്ഞിനും ആ അസുഖം ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഞാനത് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞിന് ഇപ്പോൾ അസുഖങ്ങളൊന്നുമില്ല. ഞാൻ ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിന് 3.5 വയസ്സുണ്ടായിരുന്നു. ഭയങ്കര കൈ കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എന്തു ചെയ്താലും അത് മാറത്തില്ലായിരുന്നു. മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞിനിപ്പം കൈയൊന്നും കുടിക്കത്തില്ല, നല്ല സ്വഭാവത്തിലാണ്. പിന്നീട് എനിക്ക് 5-6 വർഷമായിട്ട് ഭയങ്കര നടുവേദനയായിരുന്നു. ഡിസ്കിന് പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. നട്ടലിന് തൊടുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. കാലുവേദന ഉണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു രാത്രിയിൽ. ഞാൻ 2 മാസം മരുന്ന് കഴിച്ചു, ഡോക്ടറെ കണ്ട്. പിന്നീട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മാതാവിനോട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി മരുന്നുകളൊന്നും കഴിക്കില്ല, എൻ്റെ അസുഖം മാറണമെന്ന്. ഇപ്പം എനിക്ക് ആ അസുഖമില്ല. അതിന് എന്നെ മാതാവ് സഹായിച്ചു. മാതാവിൻ്റെ തൈലം പുരട്ടി എൻ്റെ ആ അസുഖം പൂർണ്ണമായിട്ട് മാറിയത്. പിന്നീട് എൻ്റെ മമ്മിക്ക് ഒരു ദിവസം രാത്രിയിൽ ഭയങ്കര തലവേദനയുണ്ടായി. ഞാൻ ആകെ പേടിച്ചു. അമ്മച്ചിക്ക് വന്ന പോലെ ഞരമ്പ് പൊട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമായിരിക്കുമെന്ന് ഞാൻ മാതാവിനോട് അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞ് തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മമ്മിയുടെ ആ അസുഖവും മാറി. പിന്നീട് ഒരിക്കലും ആ തലവേദന വന്നിട്ടുമില്ല. പിന്നീട് എൻ്റെ ബ്രദറിന് ഒരു കുഞ്ഞുണ്ട്. അവർക്ക് ഒരു കുഞ്ഞും കൂടെ വേണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. 9 വർഷമായി. ഇപ്പം ഞാൻ അമ്മ മാധവനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സിസ്റ്ററിലോ 3 മാസം പ്രഗ്നൻ്റാണ്. ആ കുഞ്ഞുങ്ങൾക്ക് എന്നും അലർജി ഉണ്ടായിരുന്നു, എന്നും അസുഖങ്ങളായിരുന്നു. പനിയും കഫക്കെട്ടും ഒക്കെ എന്നും വരുമായിരുന്നു. എന്നും ആർക്കെങ്കിലും ഒരാൾക്ക് പനി വന്നാൽ മതി, വീട്ടിൽ ആർക്കെങ്കിലും പനി വന്നാൽ തന്നെ കുഞ്ഞുങ്ങൾക്കും പനി വരുമായിരുന്നു. എനിക്ക് ആകെ ഒരു വിഷമമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അതും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പനിയൊന്നും വരാറില്ല. അസുഖങ്ങളൊക്കെ വളരെ വളരെ റെയറായിട്ടേ വരാറുള്ളൂ. അഥവാ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനും കൊടുക്കുമ്പം അതങ്ങ് മാറും. ഇത്രയും അനുഗ്രഹം ചെന്ന ദൈവം അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും ഞാൻ 1000 നന്ദികൾ പറഞ്ഞുകൊള്ളുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ മൈലപ്ര എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് രമ്യ. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2/12/2022 ഡിസംബർ മാസം ആദ്യം വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുക്കാൻ പറ്റിയ സാഹചര്യം 2014 ഞങ്ങളുടെ വീട് സ്ഥലവും പണയം വെച്ച് ഞങ്ങൾ വീട് പുതുക്കി പണിയാൻ വേണ്ടിയിട്ട് 5 ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു. കൊറോണയൊക്കെ വന്ന കാലം തൊട്ടേ ഞങ്ങൾ ആ ലോൺ അടയ്ക്കാതെ പെൻഡിങ്ങായി 7-8 ലക്ഷം രൂപയോളം മുടക്കം വന്ന് പലിശയെല്ലാം കൂടി ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി 3 മാസത്തിന് ശേഷം ഞാൻ മാർച്ച് 15-ാം തീയതി വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. ഇത് തന്നെയാണ് ഉടമ്പടിയിലും വെച്ചിരുന്നത്.
15-ാം തീയതി വന്ന് ഉടമ്പടി എടുത്തു. 17-ാം തീയതി ആയപ്പോൾ ബാങ്കിൽ നിന്ന് വിളി വന്നു. ഹസ്ബൻഡ് ചെന്ന് കഴിഞ്ഞപ്പോൾ പറയുന്നു, ഞാൻ മാർച്ച് 30-ന് തന്നെ ജപ്തി ചെയ്യാനുള്ള നടപടികൾ അവർ സ്വീകരിക്കുകയാണ്. ഞങ്ങൾക്ക് 30-ാം തീയതി വരെ സമയം തരും, അതിനുള്ളിൽ 7 ലക്ഷം രൂപ ബാങ്കിൽ അടയ്ക്കണം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, നമുക്കൊരു നിവൃത്തിയുമില്ല, നമുക്ക് വീട് സ്ഥലവും എല്ലാം വിൽക്കണം എന്ന് പറഞ്ഞു. ആകെ 10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, 2 കുഞ്ഞുങ്ങളും ഉണ്ട്. നമ്മുടെ 10 സെൻറ്റ് സ്ഥലം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒരു ആദായവും ഇല്ല. അപ്പം ഞാൻ കിടന്ന് കരഞ്ഞു. ഞാൻ എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജോസഫ് അച്ഛനെ വന്ന് കാണാൻ, ജപ്തി നടപടികളൊക്കെ നടക്കുമ്പോൾ അച്ഛൻ കാണുമെന്നൊക്കെ നമ്മൾ കേൾക്കുന്നില്ലേ, നമുക്കവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞു. ഞാനും ഹസ്ബൻഡും കൂടി ജോസഫ് അച്ഛനെ കാണാനും വേണ്ടിയിട്ട് ഇവിടെ വന്നു. ബാങ്കിൽ നിന്ന് ഒരു പേപ്പറും വാങ്ങിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങളിവിടെ വന്ന് ക്യൂ നിന്നു. അച്ഛനെ കാണാനും വേണ്ടിയിട്ട് പേപ്പർ കൊടുത്തു കഴിഞ്ഞപ്പം പറയുന്നു, റവന്യൂ റിക്കവറിയുടെ പേപ്പർ ഉണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ കാണാനും വേണ്ടിയിട്ടൊക്കത്തുള്ളൂ, നിങ്ങൾ ഈ റവന്യൂ റിക്കവറിയുടെ പേപ്പർ കിട്ടുന്നുണ്ടേ വരാനെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് പിന്നെയും മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഞങ്ങളുടെ ജപ്തി എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണമേ എന്ന് കരഞ്ഞു കേണപേക്ഷിച്ചു. ഞാനിവിടുന്ന് ബസ്സിൽ ആലപ്പുഴ വരെ കരഞ്ഞു. ഞാൻ വീട്ടിൽ ചെന്ന് വിഷമിച്ച് എങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. 7 ലക്ഷം രൂപ ഒരാൾ തന്ന് ഞങ്ങളെ സഹായിക്കാം, നിങ്ങൾ 30-ാം തീയതി തന്നെ നിങ്ങൾക്ക് പൈസ അടയ്ക്കത്തക്ക വിധത്തിൽ 7 ലക്ഷം രൂപയും തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. ആൾ തന്നു. പ്രമാണം ഞങ്ങൾ ഏപ്രിൽ 9-ന് ഞങ്ങളുടെ കയ്യിൽ കിട്ടി.